ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തില് ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ കാണുകയാണ് അർജുനൻ. കണ്ടിട്ട് അർജുനന്റെ ഉള്ളിൽ ഭയം ഉണ്ടാവുകയാണ്. സ്വപിതാവിന്റെ സമവയസ്കനായിട്ടുള്ള ഭൂരിശ്രവസിനെ പോലെയുള്ളവരെ അവിടെ കണ്ടു. ഭീഷ്മനെയും സോമദത്തനെയും പോലെയുള്ള മുത്തച്ഛന്മാര്, ദ്രോണാചാര്യര്, കൃപാചാര്യര് മുതലായിട്ടുള്ള ഗുരുജനങ്ങള്, ശല്യര്, ശകുനി മുതലായിട്ടുള്ള അമ്മാവന്മാര്, ദുര്യോധനാദികള് പോലെയുള്ള സഹോദരന്മാര്, ലക്ഷ്മണാദികളായിട്ടുള്ള പുത്രന്മാര്, അശ്വത്ഥാമാവ് തുടങ്ങിയിട്ടുള്ള സുഹൃത്തുക്കള്, കൃതവർമാവിനെ പോലെയുള്ള ഗുണകാംക്ഷികള്, കൂടാതെ തൻ്റെ അനേകം സുഹൃത്തുക്കളെയും ആ സൈന്യത്തില് അർജുനന് കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ അർജുനൻ അടുത്ത ശ്ലോകത്തില് ആകെ ഭയപ്പെടുകയാണ്. താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വീഷിധാനിതമബ്രവീത്. താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വീഷിധാനിതമബ്രവീത്. താൻ എന്ന് പറഞ്ഞാൽ ആ, സർവാൻ എന്ന് പറഞ്ഞ എല്ലാ, ബന്ധൂൻ ബന്ധുക്കളെയും, സമീക്ഷ്യ നോക്കിക്കണ്ടിട്ട്, പരയാ വർദ്ധിച്ചു, കൃപയാ കൃപയാൽ, ആവിഷ്ട ആവേശം കൊണ്ടവനായ, സ ആ, കൗന്ദേയ കുന്തിപുത്രൻ, വീഷിധാൻ ദുഃഖിതനായിട്ട്, ഇതം ഇപ്രകാരം, അബ്രവീത് എന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു. ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് വ്യക്താക്കണത്. ഇവിടെ യുദ്ധരംഗത്ത് തനിക്കെതിരെ വന്നു നിൽക്കുന്നവരെ കണ്ട അർജുനന്റെ മാനസികാവസ്ഥയാണ്. കൊല്ലാനും ചാകാനും തയ്യാറായി എത്തി നിൽക്കുന്നവരാണ് അവർ ഓരോരുത്തരും. എല്ലാവരും ബന്ധുക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്. ഇവരിൽ ഏറെ പേരും എൻ്റെ രാജ്യമോഹം നിമിത്തം വധിക്കപ്പെടാൻ തീർച്ചയായിട്ട് വന്നവരാണ്. അക്കാര്യം ചിന്തിക്കും തോറും അർജുനന്റെ മനസ്സിൽ കാരുണ്യം ഇരമ്പിക്കയറാണ്. ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സംഭവിക്കാൻ പോണ വിപത്ത്, കൂട്ടമരണം, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് അർജുനൻ വളരെയധികം ദുഃഖിതനായി മാറി. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ. കൃഷ്ണ, ഹേ കൃഷ്ണ, യുയുത്സും യുദ്ധമോഹികളായി, സമുപസ്ഥിതം വന്നു നിൽക്കുന്ന, ഇമം ഈ, സ്വജനം ബന്ധുജനങ്ങളെ, എൻ്റെ ജനങ്ങളെ, ദൃഷ്ട്വാ കണ്ടിട്ട്, മമ എൻ്റെ, ഗാത്രാണി അവയവങ്ങൾ, സീദന്തി തളരുന്നു, മുഖം മുഖം എന്ന് വെച്ച വായ, പരിശുഷ്യതീച്ച വരളുന്നു, മേ എൻ്റെ ശരീരെ ശരീരത്തിന്, വേപതു വിറയലും, രോമഹർഷ ച രോമഹർഷവും, ജായതേ ഉണ്ടാകുന്നു. അർജുനൻ പറയാണ്, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു, മുഖം അതായത് വായ വരളുന്നു, എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു. കൃഷ്ണനോട് പറയുകയാണ്. സ്വപക്ഷത്തുള്ള യോദ്ധാക്കളെ കുറിച്ച് നേരത്തെ തന്നെ അനുകമ്പ ഉണ്ടായിരുന്നു അർജുനന്. ഇപ്പോ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ കുറിച്ചിട്ട് ഓർത്തായിട്ടാണ് അർജുനന് ദുഃഖം ഉണ്ടാവുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും പോരിനൊരുങ്ങി നിൽക്കുകയാണെന്നും ഈ പോരിൽ ഇവരിൽ ഏറെ പേര് വധിക്കപ്പെടുമെന്നും അർജുനൻ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചന വന്നപ്പോഴേക്കും പരിഭ്രാന്തി ഉണ്ടാവുകയാണ് അർജുനന്. ആ പരിഭ്രമത്തിന്റെ പരകോടിയിലാണ് ശരീരം തളരുന്നതായിട്ടും വായ വരളുന്നതായിട്ടും വിറയിലുണ്ടാവുന്നതായിട്ടും ഒക്കെ അർജുനന് അനുഭവപ്പെടാനായിട്ട് തുടങ്ങിയത്. നിർവാജ്യമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ നേടാനായിട്ട് സാധിക്കില്ല. ഭക്തിയിലൂടെ മാത്രമാണ് ഭഗവാനെ
പ്രാപ്താവുള്ളൂ. ഇവിടെ അർജുനൻ പരമഭക്തനാണ് ഭഗവാന്റെ. അത് മാത്രമല്ല, തൻ്റെ ബന്ധുക്കളെ കണ്ടപ്പോൾ, സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവർ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരെക്കുറിച്ച് ഓർത്തിട്ട് സഹതാപം ഉണ്ടാവുകയാണ് അർജുനന്റെ മനസ്സിൽ. രക്തബന്ധമുള്ള ഈ വംശജര് മുഴുവനും തന്നോട് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് അറിയാണ് അർജുനൻ. ഇതാണ് അർജുനനെ പോലെ ദയാലുവായിട്ടുള്ള ഒരു ഭക്തന്റെ മനസ്സിൽ സംഭ്രമം ഉളവാക്കാനുണ്ടായ ഒരു കാരണം. ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ അർജുനന്റെ അംഗങ്ങൾ തളരുന്നു, വായ് വരളുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടോ, ഈ അർജുനൻ ഇത്രയേ ഉള്ളോ, വലിയ വില്ലാളി വീരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധുജനങ്ങളെ കണ്ടപ്പോഴേക്കും അർജുനൻ തളർന്നോ എന്ന് ചിന്തിക്കുന്നുണ്ടാവൂലേ. അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനന് യുദ്ധം ഒരു പ്രശ്നമേ അല്ല. നിരവധി യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അർജുനൻ. അത് മാത്രമല്ല, മികച്ച ഒരു ആയുധധാരിയാണ്, അസ്ത്രവിദ്യകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. അതുപോലെ അത്യപൂർവങ്ങളായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളും ഗാണ്ഡീവം പോലത്തെ വില്ലും അത്രയധികം സവിശേഷതയോട് കൂടിയിട്ടാണ് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്നത്. അർജുനന് ഭയപ്പെടേണ്ട കാര്യം പോലും ഇവിടെ ഇല്ല. പക്ഷേ അർജുനനെ പോലെ ഒരു ഭക്തന്റെ മനസ്സിൽ ഭക്തിഭാവം കൊണ്ട് ഒരു ശത്രുവിനോട് പോലും ദയ തോന്നുകയാണ്. തൻ്റെ ബന്ധുവല്ലേ അത്, തൻ്റെ രക്തബന്ധമുള്ള ആളുകളാണ്, അവരെ താൻ കൊല്ലണമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു മനസ്സലിവ് അർജുനന് തോന്നുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അത് ദുര്യോധനന് തോന്നിയില്ലല്ലോ. എൻ്റെ അനിയനല്ലേ അർജുനൻ, ഞാൻ എന്തിനാ അർജുനൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പോണത് എന്നൊരു തോന്നൽ ഉണ്ടായില്ലേ? മുറപ്രകാരം മൂത്തപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ ജ്യേഷ്ഠനാണ്, എന്നാൽ പിന്നെ ആ ഒരു സ്വത്ത് ജ്യേഷ്ഠന് കൊടുത്താൽ പോരെ എന്ന തോന്നലൊന്നും എന്തുകൊണ്ടാണ് ദുര്യോധനന്റെ മനസ്സിൽ കടന്നു വരാഞ്ഞത്? കാരണം ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളുണ്ട്. നമ്മൾ സാധാ പറയും മനസ്സിന് 3 ഗുണങ്ങളാണുള്ളത്. ഇവിടെ അർജുനൻ മൃദുല ഹൃദയനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശുദ്ധനായിട്ടുള്ള ഒരു ഭഗവത് ഭക്തനില് സ്വഭാവ ഗുണങ്ങളാണ് ഈ അർജുനനിൽ നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഇപ്രകാരം പറയേണ്ട, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തിയും വിശ്വാസവും ഉള്ളവർക്ക് ദേവന്മാരുടെ ഗുണങ്ങളായിരിക്കും എന്നുള്ളത്. അപ്പം എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ആളുകൾക്ക് വില കുറഞ്ഞിട്ടുള്ള ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കും. എങ്ങും എത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായിട്ട് പോകുമെന്നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനിലെ പരമഭക്തനായി തീർന്നിട്ടുള്ള അർജുനൻ ഇവിടെ പരിഭ്രമിക്കുകയാണ് തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ബന്ധുജനങ്ങളെ, സ്വജനങ്ങളെ കണ്ടിട്ട്. ഗാണ്ഡീവം ശ്രംസത്തെ ഹസ്താത്തൊക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവച്ച മേമന. ഗാണ്ഡീവം, ഗാണ്ഡീവധനുസ്, ഹസ്താദ് കയ്യിൽ നിന്ന്, ശ്രംസത്തെ വഴുതിപ്പോകുന്നു, ത്വക് തൊലി, പരിദഹ്യതേ ഏവാച്ച പൊള്ളുകയും ചെയ്യുന്നു, അവസ്ഥാതും ച നിൽക്കാൻ കൂടിയും, ന ശക്നോമി എനിക്ക് കഴിയുന്നില്ല, മേ മന എൻ്റെ മനസ്സ്, ഭ്രൂമതി ഇവച്ച കറങ്ങുന്നത് പോലെ തോന്നുന്നു. എൻ്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു, എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു എന്ന് പറയാണ്. ആരോടാണ്? ഭഗവാനോട് അർജുനൻ. മുൻപും അർജുനൻ സ്വജനങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നല്ല കൗരവാദികളോട് അർജുനൻ യുദ്ധം ചെയ്യുന്നത്. കൗരവരുടെ പിന്തുണയോടെ ത്രിഗർത്തൻ വിരാട് രാജാവിന്റെ പശുക്കളെ അപഹരിച്ചതിനെ തുടർന്ന് പൊരിഞ്ഞൊരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്. ആ യുദ്ധത്തില് ഭീഷ്മ ദ്രോണാദികളും കൗരവന്മാരും എല്ലാവരും പങ്കെടുത്തിട്ടും ഉണ്ടായിരുന്നു. അന്ന് അർജുനൻ ഒറ്റയ്ക്കാണ് വിരാട സൈന്യത്തെ കൂട്ടിക്കൊണ്ട് പോരിനായിട്ട് വന്നത്. ഇന്നിപ്പോൾ തോന്നിയിട്ടുള്ള ആ ധാർമ്മിക ചിന്തകളൊന്നും അന്ന് അർജുനനെ അലട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു കാരണവുമുണ്ട്. അന്നത്തേത് ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമൊന്നും ആയിരുന്നില്ല. ഇപ്പോഴത്തെ ആണെങ്കിൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതിൽ ഒരു കക്ഷിയുടെ സമ്പൂർണ്ണ നാശം സംഭവിക്കും എന്ന കാര്യം തീർച്ചയാണ്. വൻപിച്ച കൂട്ടക്കൊല നടക്കുമെന്ന കാര്യത്തിലും അർജുനന് സംശയമൊന്നുമില്ല. വൻതോതിൽ സ്വജനഹത്യ സംഭവിക്കുമെന്നത് നിശ്ചയം. അതുകൊണ്ട് തന്നെ സ്വജനങ്ങളെയൊക്കെ കൊന്നൊടുക്കിയിട്ട് വിജയം നേടുന്നതിൽ എന്താണ് പ്രയോജനമെന്ന തോന്നലാണ് അർജുനന് ഇന്നുള്ളത്. അങ്ങനെ നേടുന്ന രാജധനാദികള് സുഖദായകമായിരിക്കില്ല എന്ന് അർജുനൻ ചിന്തിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ അവസാനം ദുഃഖം മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള തിരിച്ചറിവ് പാർത്ഥനുണ്ട്. ക്ഷത്രിയ ധർമ്മമാണ് യുദ്ധം.
അതിന് ഒരു പ്രതിബന്ധം ഇവിടെ സൃഷ്ടിക്കുന്നത് അർജുനന്റെ മിഥ്യാചിന്തകളാണ്, അർജുനന്റെ മിഥ്യാജ്ഞാനാണ്. ശരീരവും ആത്മാവും അഭിന്നമായി കാണുന്ന ദേഹാത്മബുദ്ധി സത്യജ്ഞാനത്തെ ആവരണം ചെയ്തിരിക്കുന്നു എന്നാണ് പറയണത്. കേശവ, കൃഷ്ണ എന്നൊക്കെ സംബോധന ചെയ്യുന്നതിലൂടെ ഭക്തവാത്സല്യത്തെയും അതുപോലെ തന്നെ ക്ലേശനാശകനായിട്ടുള്ള ഭഗവാനെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ശരണാർത്ഥിയായ തൻ്റെ ക്ലേശങ്ങളെ ഒഴിവാക്കി രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് ആ സംബോധനകളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗാണ്ഡവ ദഹനത്തിന് മുൻപായിട്ട് അഗ്നിദേവന്റെ പ്രേരണ കൊണ്ട് വരുണദേവൻ അർജുനന് സമ്മാനിച്ചതാണ് ഗാണ്ഡീവം എന്ന വില്ല്. ആ മഹാരഥവും ഇങ്ങനെ തന്നെയാണ് അർജുനന് ലഭിച്ചത്. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജന മാഹവേ. കേശവ, ഭഗവാൻ കേശവ, ഭഗവാൻ കൃഷ്ണ, വിപരീതാനി പ്രതികൂലങ്ങളായ, നിമിത്താനി ച നിമിത്തങ്ങളും അതായത് ശകുനങ്ങളും, പശ്യാമി ഞാൻ കാണുന്നുണ്ട്, ആഹവേ യുദ്ധത്തില്, സ്വജനം ബന്ധുജനത്തെ, ഹത്വ ഹനിച്ചിട്ട്, ശ്രേയ ശ്രേയസ്സുണ്ടാകുമെന്ന്, ന അനുപശ്യമീച്ച ഞാൻ കാണുന്നുമില്ല. എന്തവിടെ ഭഗവാനോട് അർജുനൻ പറയണതെന്നൊന്ന് കേട്ടു നോക്കൂ. അല്ലയോ കൃഷ്ണ, കേശവ, കേശി എന്ന അസുരനെ വധിച്ചവനാണ് കേശവൻ അല്ലേ? ദൗർഭാഗ്യ ലക്ഷണങ്ങളെയാണ് ഞാൻ എമ്പാടും കാണുന്നത്. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊന്നതുകൊണ്ട് എങ്ങനെ എന്ത് ഗുണം ഉണ്ടാവാനായിട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയാണ് അർജുനൻ. ഭാവി ശോഭനകരായിരിക്കില്ല എന്നുള്ള ശകുനങ്ങളാണ് ഞാനിവിടെ കാണുന്നത്. ധാർമ്മിക ബുദ്ധിയ ചിന്തിക്കുമ്പോൾ ബന്ധുജന വധം ഒരു പാപം തന്നെയാണ്. ശകുനപ്പിഴകളാണ് അതുകൊണ്ട് തന്നെ അർജുനൻ കാണുന്നത്. ലോക നന്മയ്ക്കായിട്ട് കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവനാണ് അങ്ങ്. ഇവിടെ ഞാൻ എന്തിനാണ് ഈ സ്വജനങ്ങളെ വധിക്കേണ്ടത് എന്നാണ് അർജുനന്റെ ചോദ്യം. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടാണ് ഉണ്ടാവാൻ പോണത്? ഭൗതിക വിഷയങ്ങളുടെ നേർക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ആസക്തി ദുഃഖത്തിന് കാരണമാവണു. സ്വന്തം പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താണെന്നും യുദ്ധത്തിൽ നേടാനാവുന്ന വിജയം കൂടിയും തനിക്ക് ദുഃഖദായകമായി ഭവിക്കൂ എന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ അർജുനനെ വിഷാദത്തിൽ ആഴ്ത്തുന്നത്. ഭൗതിക ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ ജീവാത്മാവ് ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള പരമാത്മ ചൈതന്യത്തെ വിസ്മരിച്ചു പോകുന്നതാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം നിദാനമാകുന്നത് എന്ന് ചുരുക്കം. ഇവിടെ നോക്കൂ, ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല എന്നാണ് അർജുനൻ പറഞ്ഞത്. തൻ്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമായി കഴിഞ്ഞപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കണത് എന്ന് പോലും ചിന്തിച്ചു പോവാണ്. ഏവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. ഇനി എന്താ അർജുനൻ പറയണേന്ന് കേൾക്കാട്ടോ. എന്തായാലും അർജുനന് നല്ല ദുഃഖമുണ്ട്. ഇത്രയധികം ദുഃഖിതനായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അർജുനൻ എന്താ അടുത്തത് പറയാൻ പോണേന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നകാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനി ച ക്ലിംനോ രാജേന ഗോവിന്ദ ക്ലിംബോഗൈർ ജീവിതേന വാ. എന്താ പറയുന്നത് അർജുനൻ? ഭയങ്കര ദുഃഖമായി പോയി അർജുനന്. കൃഷ്ണ, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, വിജയം വിജയവും, രാജ്യം രാജ്യവും, സുഖാനിച്ച സുഖങ്ങളും, ന കാംക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഗോവിന്ദ എന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിക്കുകയാണ് ഗോവിന്ദ എന്ന്. നഹ നമുക്ക്, രാജേനയ്ക്കും രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം, ഭോഗേ ഭോഗങ്ങൾ കൊണ്ടോ, ജീവിതേന വാ ജീവിതം കൊണ്ടോ, കിം എന്ത് പ്രയോജനമാണുള്ളത്. ഗോവിന്ദ എന്ന സംബോധനയ്ക്ക് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാവ് എന്നാണ് അർത്ഥം വരുന്നത്. അർജുനന്റെ വിഷയവിരക്തി ഭഗവാന് അറിയാവുന്നതാണ് എന്ന സൂചന. ബന്ധുക്കൾ ആരും ഇല്ലാതായി കഴിഞ്ഞാൽ ഭൗതിക സുഖങ്ങൾ എങ്ങനെയാണ് ആസ്വദിക്കാനായിട്ട് സാധിക്കുക? ദേവവർഗമെന്നും അസുരവർഗമെന്നുമുള്ള 2 വിഭാഗങ്ങളിൽ മനുഷ്യരെല്ലാം ഉൾപ്പെടുന്നു. ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരും ശുഭവാസനയുള്ളവരും ഒക്കെ ദേവവർഗത്തിൽ പെടും.
സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ട് അശുഭ സേവനങ്ങളൊക്കെ ചെയ്യുന്നവർ അസുരവർഗത്തിലും പെടും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ളവരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ദേവവർഗത്തിലും അസുരവർഗത്തിലും പെടുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകളാണെങ്കിൽ ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവരാണ്. ഈ ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്? അവർ വെറുതെ ഇരുന്ന് ഭഗവാനെ ഭജിച്ചാൽ മതിയോ? അങ്ങനെ ആത്മസാക്ഷാത്കാരം വേണം എന്നുള്ളവർ അശുഭവാസനകളെ പുറന്തള്ളിക്കൊണ്ട് ശുഭവാസനകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. സ്വജനങ്ങൾക്ക് ജീവഹാനി വരുത്തുന്ന യുദ്ധം കൊണ്ട് നേടാൻ കഴിയുന്ന ഏതൊരു ഭൗതിക സുഖങ്ങളും അതൊന്നും സുഖങ്ങളെയല്ല എന്നോർത്ത് ത്യജിക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്ന പാർത്ഥൻ ഇവിടെ ദൈവിക സമ്പത്തുള്ളവനാണ്.